ഒരു ദിവസം രാഗിനി കുട്ടൂസൻ്റെ വീട്ടിലെത്തി. കുട്ടൂസാ കുട്ടൂസാ, മുർ മുർ. ഹി ഹി, ഉറക്കമാണെന്ന് തോന്നുന്നു. എന്തായാലും അകത്തു കയറാം. ngേ മുർ മുർ. എൻ്റെ അമ്മേ, കുട്ടാലുവിനെന്താ ഈ വീട്ടിൽ കാര്യം? ഭാഗ്യം, കുട്ടാലു ഉണർന്നില്ല. കുട്ടൂസനെ ഒന്ന് മൊബൈലിൽ വിളിച്ചു നോക്കാം. ഹലോ കുട്ടൂസ, എവിടെയാ? അതെ, കുട്ടൂസൻ്റെ വീട്ടിൽ. കുട്ടാലു അല്ലേ? ഹിഹി. അതെങ്ങനെ മനസ്സിലായി? കുട്ടൂസൻ ഇപ്പോൾ എവിടെയാ? ഞാനും ലുട്ടാപ്പിയും കുട്ടാലുവിൻ്റെ ഗുഹയിൽ. ഹിഹി. ഷെടാ, നിങ്ങളവിടെ, കുട്ടാലു ഇവിടെ. ഒന്ന് തെളിച്ചു പറ കുട്ടൂസ. അല്ലെന്നേ, ഇതൊരു മൊബൈൽ ആപ്പിൻ്റെ കളിയാ. ആപ്പ് തുറന്ന് നമ്മൾ ആരുടെയെങ്കിലും പേര് വോയിസായി ഇട്ടാൽ മതി. നമ്മളും അവരും പരസ്പരം വീട് മാറും. തിരിച്ചു വരാൻ നമ്മുടെ സ്വന്തം പേര് തന്നെ വോയിസ് മെസ്സേജായി ഇടണം. കുട്ടാലു വീട്ടിൽ ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാ ഞാൻ ഇവിടെ വന്നത്. ലുട്ടാപ്പി കുന്തത്തിലും വന്നു. ഹിഹി. പക്ഷേ വന്നത് വേസ്റ്റായി. ഇവിടെ കാര്യമായി ഒന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരികയാ. കുട്ടൂസൻ സ്വന്തം പേര് വോയിസ് മെസ്സേജായിട്ടു. കുട്ടൂസൻ. ബും. ദേ എത്തി. കുട്ടാലു സ്വന്തം വീട്ടിലും എത്തിക്കാണും. ഹിഹി. ലുട്ടാപ്പി പിന്നാലെ വരും കുന്തത്തിൽ. ഈ പരിപാടി സൂപ്പറാ കേട്ടോ. ഞാൻ ആ രാജുവിൻ്റെ രാധയുടെ വീട്ടിലൊന്ന് പോയി വരാം. അന്നേരം അവർ ഇവിടെ എത്തും. പിടിച്ചു കെട്ടിയിടണം. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രശ്നമാണല്ലോ. ഒരു സൂത്രമുണ്ട്. വോയിസ് ഇട് കുട്ടൂസ. രാജു രാധ. ആപ്പ് തുറക്കട്ടെ. തുറന്നു. ഓം ഹ്രീം ക്രോം ക്രോം. പറ തവളെ. പെട്ടെന്ന് ക്രോം 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 ക്രോം. തവള. കുട്ടൂസൻ തവള എന്ന് പറഞ്ഞതാണ്. അയ്യോ, കിണറ്റിൽ വീണേ. തവള കുട്ടൂസൻ്റെ വീട്ടിലും. ക്രോം ക്രോം. സ്വന്തം പേര് പറഞ്ഞിട്ട് തിരിച്ചു വാ കുട്ടൂസ. നടപ്പില്ല. വെള്ളത്തിൽ വീണ് മൊബൈൽ കേടായി.